നമ്മുടെ വണ്ടി ഡെലിവറിക്ക് വന്നിട്ട് അങ്ങ് സെറ്റായി വരുന്നുള്ളൂ, പടുതൊക്കെ ഇട്ട് വരുന്നുള്ളൂ. ഡെലിവറി ഉണ്ട്, തന്നെ 8-10 വണ്ടിയും ഡെലിവറി ഉണ്ട്. നമുക്ക് ഇന്നലെ കിട്ടുന്ന വണ്ടിയായിരുന്നു. അപ്പം രാമു സൈൻ ചെയ്തിരിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടക്കാഴ്ച വീഡിയോ എന്താന്ന് പറഞ്ഞാല് വേറൊന്നുമില്ല, നമ്മളൊരു പുത്തൻ വണ്ടി ആപ്പേ ക്ലാസിക് 2026 മോഡലൊരു കിടക്കാഴ്ച വണ്ടിയും ആരെങ്കിലും ഡെലിവറിക്ക് പോവാണ്. അപ്പൊ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന വണ്ടി ഓടിക്കുന്ന ആളാട്ടോ, വണ്ടിയുടെ ഓണർ. അപ്പൊ രാമു സാർ, ആളുടെ വീട് എറണാകുളത്താണ്. അപ്പൊ ആളിവിടെ കോട്ടയത്ത് വന്നാണ് വണ്ടി എടുക്കുന്നത്. അപ്പൊ അതിന് കാരണം എന്താന്ന് വെച്ചാൽ വേറൊന്നുമില്ല, കോട്ടയത്ത് അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു ഓഫറും കാര്യങ്ങളൊക്കെ തന്നു. അപ്പൊ അതുകൊണ്ടാട്ടോ കോട്ടയത്ത് വന്ന് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പൊ ഇന്നാണ് അവർ ഡേറ്റ് പറഞ്ഞത്. അപ്പൊ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 10 ദിവസമായി. അപ്പൊ വണ്ടിക്ക് ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് 10 ദിവസം എടുത്തത്. അപ്പൊ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ആയി. സത്യം പറഞ്ഞ നമ്പർ ഏതാതുപോലെ നമുക്കറിയത്തില്ല, നമ്പറിന്റെ കാര്യത്തിൽ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. KL 07 ബാക്കി നമ്പർ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പം ഇന്ന് ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. എവിടെയാണ് വണ്ടി പണിയുന്നത്, ഏത് സ്റ്റൈലാണ് പണിയുന്നത്, എത്ര രൂപയ്ക്കാണ് വണ്ടി പണിയുന്നത്, വണ്ടി ഇറങ്ങുമ്പോൾ ഒരു അടിപൊളി കിടക്കാഴ്ച വെറൈറ്റി സാധനമായിട്ടായിരിക്കും വണ്ടി ഇറങ്ങുന്നത്. ഓവർ വർക്കൊന്നുമല്ല, സ്റ്റാൻഡേർഡ് വർക്കുകളിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി ഇറങ്ങുന്നത്. നമ്മൾ ഓവർ വർക്കൊക്കെ ചെയ്താൽ ഷോക്കായി പോകും. സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോട്ടയം ഷോറൂമിൽ പോയി വണ്ടി ഡെലിവറി ചെയ്യുന്ന ഒരു കുഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോയേക്കാം. നമ്മളങ്ങനെ ഷോറൂമിൽ എത്തിരിക്കട്ടെ. ഇവിടെ 2 വണ്ടിയുടെ ഡെലിവറി ആണ്. അല്ല, ഇത് പ്രൈവറ്റ് വണ്ടിയാട്ടോ. പ്രൈവറ്റ് ഓട്ടോ ഇപ്പോൾ ഒത്തിരി ഇറങ്ങാനുണ്ടല്ലേ. എന്നാണാവോ പ്രൈവറ്റ് ഓട്ടോ ആൾക്കാർ എടുക്കാനുള്ള കാരണം? വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ ദേ നമ്മുടെ വണ്ടി ഇതിൽ ഏതാണെന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പുറം കിടക്കണാണോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, അതേ നമ്മളങ്ങനെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 വണ്ടി സർവീസിനൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കഴിക്കാലും നോക്കാം ഏതാണെന്നുള്ള കാര്യം. ഇതേ നമ്മുടെ വണ്ടി ഡെലിവറിക്ക് വന്നിട്ട് അങ്ങ് സെറ്റായി വരുന്നുള്ളൂ, പടുതൊക്കെ ഇട്ട് വരുന്നുള്ളൂ. വണ്ടിയുടെ നമ്പർ കണ്ടോ മകനെ? ടങ് 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 ടങ്. കൊള്ളാം, നല്ല നമ്പറല്ലേ അല്ലേ? കറക്റ്റ് നല്ല നമ്പർ കിട്ടി. നമ്മുടെ വണ്ടി പടുതൊക്കെ ഇട്ട് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നലെ വന്നായിരുന്നെങ്കിൽ പെട്ടുപോയനെ. എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നുള്ളൂ, ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റായി വരുന്നുള്ളൂ. ഇതേ വണ്ടി ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നു. 2 മണിക്ക് ഡെലിവറി തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 1:30 കഴിഞ്ഞു. അപ്പോൾ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായി. ഇച്ചിരി അല്ല, നല്ല അടിപൊളി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വേറെ വണ്ടി ഡെലിവറിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വണ്ടി ഡെലിവറി സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ പടുത ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇതേ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ വാഷിങ്ങിന് വേണ്ടി പോകാമെന്നാണ് പറഞ്ഞത്. വണ്ടി നല്ല കഴുകി നല്ല കുട്ടപ്പനാക്കി കൊണ്ടുവരും. ഓക്കെ, വണ്ടി വാഷിങ്ങിന് വേണ്ടി കൊണ്ടുപോയേക്കുവാണ്. അപ്പോൾ വാഷിങ് കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഏകദേശം 2 മണിയായി. 2 മണി 3 മണി ആകുമ്പോഴത്തേനും വണ്ടി ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞത്. പോസ്റ്റാണ് കേസ്, കാരണം വേറൊരു വണ്ടി കൂടെ ഡെലിവറിക്ക് ഉള്ളതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയിപ്പോയത്. പട്ടി പോസ്റ്റാണ് കേസ്. അയ്യോ മടുത്തു. രാമു എന്താണ് പറയാനുള്ളത്? എന്തായാലും പറ. ഒന്നും പറയാനില്ല, ടയർഡ് കേസ്. രാമു റിയലൊക്കെ കണ്ടിരിക്കും, മടുത്ത്. അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ വണ്ടി വരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. 3 മണിയാകുമ്പോഴത്തേക്കും. സമയം 2:30 കഴിഞ്ഞില്ലേ? 3 മണിയാകുമ്പോഴത്തേനും വണ്ടി വരുമെന്നാണ്. മടുത്ത് ഇരുന്നിരുന്നു അടുത്ത്. അത് വാഷിങ്ങിനൊക്കെ ഉണ്ടായിക്കോ. വാഷിങ്ങിന് കൊണ്ടുപോയി നല്ല കുട്ടപ്പനാക്കി എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ട് വരും. അതുവരെ എല്ലാവരും ഭയങ്കര തിരക്കാണ്, ബിസി മാനാണ്. പിന്നെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെ, ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളല്ല, ചെറിയ ഒരു ഇത് അതൊക്കെ മാറ്റി തന്നുകൊണ്ട് നമുക്ക് പിന്നെ പ്രശ്നമില്ല. അപ്പം അങ്ങനെ പ്രശ്നമാക്കിയേനെ. പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ കാര്യം പറഞ്ഞു, ആ കാര്യം റെഡിയാക്കി തന്നു. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നായിരുന്നു, ആ മിസ്റ്റേക്ക് അവർ ക്ലിയർ ചെയ്ത് തന്നു. അതൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു വണ്ടി അവിടെ സർവീസിന് വന്നിട്ടുണ്ട്, ഒരു വണ്ടി ഇപ്പോൾ ഡെലിവറി ചെയ്യാൻ വേറൊരു വണ്ടി വന്നിട്ടുണ്ട്, പിന്നെ അപ്പുറം ഒരു വണ്ടി കിടക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ അകത്തൊരു വണ്ടി കിടക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി കുറേ വണ്ടി ഡെലിവറി ഉണ്ട്. ഇന്നലെ തന്നെ 8-10 വണ്ടിയും ഡെലിവറി ഉണ്ട്. നമുക്ക് ഇന്നലെ കിട്ടുന്ന വണ്ടിയായിരുന്നു. അപ്പം ഡെലിവറി ഉള്ളതുകൊണ്ടാണ് ഇത്ര ഷോക്കായി പോയത്. അതുകൊണ്ട് നല്ല തിരക്കുമായിരുന്നു. പിന്നെ വാഷിങ്ങിന് പോയേക്കുവാണ് നമ്മുടെ വണ്ടി. 2 മണിക്ക് സമയത്തേ 3 മണിയാണ്, 3:30 കഴിയും. 2:35. അപ്പോൾ 3 മണിക്കുള്ളിൽ വണ്ടി വരുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് വേണം വല്ലതും കഴിക്കാൻ. ഞം കഴിക്കാൻ. രാമുൻ്റെ ഒക്കെ മന്തിയാണെന്ന് പറഞ്ഞു, മന്തി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി വന്നവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ആൾക്കാരെ കണ്ടോ, ഭയങ്കര തിരക്കാണ്. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. കാരണം വെച്ചാൽ കുറേ വണ്ടി ഡെലിവറിക്ക് ഉണ്ടെന്ന്. ആപ്പയ്ക്ക് ഭയങ്കര ഡിമാൻഡ് ആയിപ്പോയി അല്ലേ? ആപ്പയ്ക്ക് ഭയങ്കര നിർത്താൻ പോവാന്നാണ് പറഞ്ഞ് കേട്ടത്. അതെ, ആപ്പയുടെ ഇനി ക്ലാസിക് ഇല്ല, ഇനി 5 സീറ്റർ നമ്മുടെ മറ്റേ റേഡിയേറ്റർ വണ്ടി ഇറങ്ങാൻ പോണെന്നാണ് അവർ പറയണത്. അപ്പം അത് മാർച്ചോടെ കൂടി നിർത്തുന്നാണ് പറഞ്ഞത്. കറക്റ്റ് അറിയില്ല, അതോ പ്രൊമോഷൻ ആണോ നമുക്കറിയില്ല. ഇനി ഇവരുടെ തന്ത്രമാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ റേഡിയേറ്റർ വണ്ടിയാണ് ഇനി വരുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത്.
അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്രയും തിരക്ക്. കാരണം ആ വണ്ടി സെയിലില്ല, അവിടെ ഡെലിവറിക്കുള്ളതാണ്. ഇപ്പം ഈ ആ പുള്ളി പണിയണ ഡെലിവറിക്കുള്ളതാണ്, അവിടെ ഉണ്ട്. അങ്ങനെ പിന്നെ യാർഡിലും കിടപ്പുണ്ട്, യാർഡിലും കുറേ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ, അറിയില്ല. പക്ഷെ ആപ്പയ്ക്കൊക്കെ നല്ല സെയിലുണ്ടല്ലേ, നല്ല കച്ചവടമുണ്ട്, നല്ല കച്ചവടം. ഡിലേ ആവാനായിട്ട് അതാ പ്രശ്നം. അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ടൈം എടുത്തു, നമ്മളവിടെ ഇതാവണ്ടായില്ല. അങ്ങനെ എല്ലാം കൂടെ വന്നുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. അതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം, വണ്ടി വന്നവരെ വെയിറ്റ് ചെയ്യാം, അതേ വഴിയുള്ളൂ. തിങ്കളാഴ്ച കിട്ടണ്ടായിരുന്നു വണ്ടി. ഈ തിങ്കളാഴ്ചയോ? ഓ, ഈ തിങ്കളാഴ്ച കിട്ടേണ്ട വണ്ടിയാണ്. ഇപ്പം ഇന്നെന്താ ദിവസം? ഇന്ന് വ്യാഴം. എത്ര ദിവസമായില്ലേ? സത്യം പറഞ്ഞാൽ അവർ 10 വർക്കിംഗ് ഡേ ആണ് പറഞ്ഞേക്കണേ. പക്ഷെ അതിന് മുമ്പ് വണ്ടി റെഡിയാണ്. പക്ഷെ നമ്മുടെ അവിടെ രജിസ്ട്രേഷൻ ചെറിയൊരു ഇതായിപ്പോയി, അതുകൊണ്ടാണ് ഇത്ര പോസ്റ്റ് ആയി പോയത്. ഓക്കെ, എറണാകുളത്തല്ലേ? എറണാകുളം 07 വണ്ടിയാണ്. പക്ഷെ നമ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 4441 ഫോട്ടോ എടുക്ക്. ഓ മൈ ഗാഡ്, നമ്പർ കാണിക്കേ. 4 ഏകദേശം ബാക്കിൽ 2 4 ആണെന്നറിയാം. അത് പറഞ്ഞു. സോറി 4 അല്ല, 99 407 DJ 42 99. നല്ല നമ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതല്ലേ, പൈസ കൊടുക്കാതെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കിടക്കാച്ച നമ്പർ കിട്ടി. കുഴപ്പമില്ല. അതിക്കാളും നമുക്ക് വണ്ടി ഡെലിവറി വന്നെ വരെ, വണ്ടി ഡെലിവറിയും പോട്ടെ, വണ്ടി വാഷ് ചെയ്ത് വന്നെ വരെ വെയിറ്റ് ചെയ്തിരിക്കാം. വാഷിങ്ങിന് കൊടുത്തിട്ട് 1 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏക്കാലും വെയിറ്റ് ചെയ്യാം വണ്ടി വന്നെ വരെ. രാമൻ്റെ വണ്ടി വന്നിരിക്കുകയാണ്. നോക്കി, വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല കുട്ടപ്പനായി സാധനം എത്തി. ടങ് വാഷിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ബാക്കിയെല്ലാം ബാക്കിലത്തെയും നടുക്കത്തെയും മാറ്റി കിട്ടി. ഫ്രണ്ടിലത്തെ മാറ്റി നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് തീർന്നിരിക്കും അല്ലേ. പെൻഡിങ് ആണ്, ഇന്ന് വൈകിട്ട് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ദിവസം സർവീസിന് വരുമ്പോഴത്തേനും നമുക്കത് റെഡിയാക്കാമെന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ എല്ലാ സാധനങ്ങളും ജാക്കി കാര്യങ്ങളൊക്കെ ഇല്ലേ, ഒന്ന് ചെക്ക് ചെയ്തേക്കാം നമുക്ക് ഒന്നോടെ. ജാക്കി കാര്യങ്ങൾ മാറ്റ് 2 ഉണ്ട്. ജാക്കി, വീൽ സ്പാനർ, നെറ്റ് ബോൾട്ട്, അത് ഇത് എല്ലാം ഉണ്ട്. എല്ലാ സാധനം നമുക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം വണ്ടി ഡെലിവറി ചെയ്യാം അല്ലേ രാമു? പെട്രോൾ എത്രയുണ്ട്? ഫുൾ കട്ടയാണല്ലോ. 13 കിലോമീറ്റർ ഓടി. അത് ഓടിച്ചോണ്ട് വന്ന, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചോണ്ട് വന്ന ഇത്. ഓക്കെ ആണോ? മീറ്റർ ഇന്നേക്കാളും ഇഷ്ടം പഴയതായിരുന്നോ? പക്ഷെ എനിക്ക് ഞാൻ നോക്കിയിട്ട് കൊള്ളാം. കുറ്റി ഞങ്ങൾ ഡോറൊക്കെ എടുത്ത് മാറ്റിവിടും. പിന്നെ രാമു സൈൻ ചെയ്തിരിക്കുകയാണ്. അതിന്റെ മീറ്ററോ? യെസ്. അപ്പൊ നമുക്ക് മീറ്ററും കിട്ടിയിരിക്കുകയാണ്. മീറ്റർ വെച്ചോ. അപ്പൊ വണ്ടി ഡെലിവറി ചെയ്യുന്നത് ഡെറിങ് എന്ന് പറഞ്ഞ ബ്രോയാണ് നമുക്ക് വണ്ടിയും കാര്യം ഡെലിവറി ചെയ്യുന്നത്. ഓക്കെ, ചിരിച്ചേ. ഇത് എന്നതാ ഇത്? ഓക്കെ എടുത്തോ. നെക്സ്റ്റ്. യെസ്, അങ്ങനെയൊക്കെ പോലെ അപ്പോൾ വണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൻ ആൾ. ഗൈസ് നോക്കൂ. അല്ലാണോ? അല്ല പറഞ്ഞോ. നേരിട്ട് അടിക്കുന്നതിന് കുഴപ്പമില്ലേ? അപ്പൊ ഡീ പിടിച്ചടിച്ചാൽ കുഴപ്പമുണ്ടോ? ഏതെങ്കിലും തുറന്നു പറ. കണ്ടോ, ഇതൊക്കെ ഷോറൂമിലെ വലിയ കൊണാണ്ടർമാരാണ്. ഇതിനെ കുറിച്ച് ഒരുത്തേ പമ്പിലെത്തിയല്ലേ? ഞങ്ങള് പമ്പിലെത്തിയല്ലേ? ഓ, അപ്പൊ നിങ്ങളുടെ തന്ത്രപരമായ കളികളായിരുന്നല്ലേ? പോവാണോ? അപ്പൊ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫുൾ ടാങ്ക് കിട്ടി. ഫുൾ ടാങ്ക് അല്ലേ പറഞ്ഞേ? 500 രൂപയ്ക്കോ ഫുൾ ടാങ്ക് അടിക്ക്? ശരിയാ. അപ്പൊ നമുക്ക് 500 രൂപയ്ക്ക് അടിക്കാം. 500 ഗൈസ്, നമ്മൾ 500 രൂപയ്ക്കാണ് ഡീസൽ അടിക്കാൻ പോകുന്നത്. Yeah man, 500 രൂപയ്ക്ക് അടിച്ചാൽ എത്ര കട്ട കയറും രാമു? പറ്റ തീർത്തോട്ടോ അവര് തന്നേക്കണേ. നോക്കാം നമുക്ക് 500 രൂപയ്ക്ക് അടിച്ചാൽ എത്ര കട്ട കയറുമെന്ന്.
5 ലിറ്ററും 5.27. നമുക്ക് നോക്കാം ഇവിടെ എത്ര കട്ട കയറുന്നു. ഇവിടെ ടോട്ടല് 5 കട്ടയുടെ ഇത് പോയിന്റ് ആണ് കാണിച്ചേക്കണേ. നമുക്ക് നോക്കാം എത്ര കട്ട കയറുന്നു. അടച്ചേ ഒരു താക്കോലാണാക്കി നോക്ക് എത്ര കട്ട കയറിയെന്ന്. അത് ഇച്ചിരി നീക്കാനുണ്ടല്ലേ, ഇത് കുറച്ച് ബാക്കിലേക്ക് ഇറക്കാനുണ്ടല്ലേ. നമുക്ക് നോക്കാം കേട്ടോ എത്ര കട്ട ആയെന്നേ. ഓണാക്കി നോക്കാം, നോക്കട്ടെ. ഓ ഫുൾ ഡിജിറ്റലാ. നീ കേട്ടോ 2 കട്ടയുടെ ടോട്ടൽ. അപ്പൊ 2 കട്ട കയറിയിട്ടുള്ളു. 2 അല്ല 3 കട്ട. റെഡ് കൂട്ടണ്ട. റെഡ് കൂട്ടണ്ട. ടോട്ടൽ 3 കട്ട. ഓക്കെ. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു ഡെലിവറി വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇതാട്ടോ രാമു സാറിന് വണ്ടി. എങ്ങനെയുണ്ട് ബാ ഇവിടെ ഇരിക്കും, അഭിപ്രായം പറഞ്ഞു എങ്ങനെയുണ്ട് വണ്ടി എടുത്തിട്ട് എങ്ങനെ ക്വാളിറ്റി ഒക്കെ പഴയ വണ്ടി അത്ര ഒന്നുമില്ല, എല്ലാം ഭയങ്കര പാട്ടയായിട്ടുണ്ട്. അതെ പഴയ വണ്ടിയുടെ അത്ര ഒരു സുമാറില്ല, പക്ഷെ കൊള്ളാം, അടിപൊളി അല്ലേ. സ്പേസ് ഉണ്ട്, നല്ല ഇടയുണ്ടല്ലോ വണ്ടി, സ്പേസ് ഉണ്ട്. വണ്ടി ഇച്ചിരി ഒരു പൊടിക്ക് വലുതായ ഒരു സംശയം. വീട് കൂട്ടിയിട്ടുണ്ടെന്നാണ് അവര് പറഞ്ഞത്, നീളം കൂട്ടിയിട്ടുണ്ടെന്നാണ്. ഇച്ചിരി പൊടിക്ക് വലിയ കാര്യമായിട്ടില്ല. എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു വെറൈറ്റി രീതിയിലാണ് പണിയുന്നത് അല്ലേ. ഒരു കിടക്കാച്ചി സ്റ്റൈലിലാണ് നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പണിതിറക്കും. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞു ഡെലിവറി വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ വെച്ചാൽ രാവിലെ വന്നതാണ്, അതുകൊണ്ടാണ് നല്ല ടയേർഡായി. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാച്ചി വീഡിയോ കാണാം. ബൈ ബൈ. ബൈ ബൈ പറ. ടയേർഡായല്ലേ? ബൈ ബൈ. ടാറ്റാ.